ഇന്നൊരു ബിരിയാണി കഴിക്കാൻ പോയ കഥയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ്. പക്ഷേ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി ഞാൻ തൊട്ട് നോക്കലില്ല കേട്ടോ. മന്തി ആയിരിക്കും, 2 ഐറ്റം റൈസ് ഉണ്ടെങ്കിൽ ബിരിയാണി അല്ലാത്ത വേറെ എന്ത് റൈസാണോ അവിടെ ഉള്ളത് അതാണ് കേട്ടോ കഴിക്കുക. ചിലപ്പോൾ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ അമ്മ വെച്ച ബിരിയാണി, ഞാൻ വെച്ച ബിരിയാണിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ഞാൻ വീഡിയോയിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാക്ക വെച്ച ബിരിയാണി എനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേന്ന് അറിയാൻ. കാക്ക ഇതുവരെ എനിക്ക് ബിരിയാണി വെച്ച് തരാത്തതിനെ കൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ അല്ലേ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ ബിരിയാണീൻ്റെ കൂടെ കിട്ടണ ആ ഒരു പുളിയിഞ്ചി ഉണ്ടല്ലോ, അത് കഴിക്കാനായിരുന്നു കേട്ടോ കല്യാണത്തിന് പോയിരുന്നത്. പിന്നെ അതിൻ്റെ അമ്മമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കും ചെയ്യും കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കും. എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല, പക്ഷേ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അന്ന് ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ബിരിയാണിൻ്റെ കൂടെ കിട്ടണ ആ ഒരു മറ്റേ പുളിയിഞ്ചി, ഇതിനൊക്കെ ആയിരുന്നു കേട്ടോ പ്രാധാന്യം കൊടുത്തിരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതാവുമ്പോൾ ആദ്യമായിട്ട് ബിരിയാണി വെച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എൻ്റെ മൂത്താപ്പയാണ് ബിരിയാണി വെച്ചത്. അന്ന് എന്തായിരുന്നു, പെരുന്നാളായിരുന്നോ എന്തായിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ അന്ന് ഫുഡ് കഴിച്ചത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ അമ്മ അങ്ങനെ ബിരിയാണി വെക്കാൻ തുടങ്ങി. പിന്നെ അന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ വെക്കാനാണ്, ഇത് ഞാൻ എങ്ങനെ പഠിക്കാനാണ്, എനിക്കൊരു മരുമകനൊക്കെ വരുമ്പോഴത്തേന് എന്തായാലും ഇത് പഠിച്ചല്ലേ മതിയാവൂ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി വെക്കാൻ പഠിച്ച സന്തോഷം എൻ്റെ അനിയത്തിനോട് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഓളിനോട് പറയണേ, ബിരിയാണി വെക്കാൻ കുമ്പളങ്ങ ചാറ് വെക്കണ പണി പോലും ഇല്ലയെന്ന്. അതായത് ഞാൻ എൻ്റെ അനിയത്തിയൊക്കെ ബിരിയാണി വെക്കാൻ പഠിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കൂടുതലും എൻ്റെ അമ്മാൻ്റെ കൂടെ ആണ് കേട്ടോ ജീവിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ. അത് കാരണം എനിക്ക് അങ്ങനെ കൂടുതൽ കുക്ക് ചെയ്യേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിംഗ്, ബിരിയാണി, മന്തി, നെയ്ച്ചോറ്, ചില്ലി, മീൻ കറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഈ പച്ചക്കറി സംബന്ധമായിട്ട് എനിക്ക് അങ്ങനെ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല.